ഒരിടവേളയ്ക്ക് ശേഷം ഏകീകൃത കുർബാന തർക്കം വീണ്ടും ചൂടുപിടിക്കുന്നു. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ പുറത്താക്കുമെന്ന സർക്കുലർ വായിക്കില്ലെന്ന വിമത വിഭാഗം. അതേസമയം ബിഷപ്പ് ഹൌസിന് മുന്നിൽ വിമത വിഭാഗം സർക്കുലർ കത്തിച്ചു പ്രതിഷേധിച്ചു. ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ സഭയ്ക്ക് പുറത്താക്കുമെന്ന സർക്കുലറിൽ വിമത വിഭാഗം പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ജൂൺ 16-ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ സർക്കുലർ വായിക്കാൻ നിർദ്ദേശമുണ്ടെങ്കിലും ഒരു പള്ളികളിലും സർക്കുലർ വായിക്കില്ല എന്ന നിലപാടാണ് വിമത വിഭാഗത്തിന്റേത്. മാത്രമല്ല, ഏതെങ്കിലും വൈദികൻ സർക്കുലർ വായിക്കാൻ ശ്രമിച്ചാൽ ശക്തമായി എതിർക്കാനും തീരുമാനിച്ചു. സർക്കുലർ കൊടും ചതിയുടെ ഭാഗമാണെന്നും ജനാഭിമുഖ കുർബാന തുടരുമെന്നും വിമത വിഭാഗം വൈദികർ പറഞ്ഞു. ഇങ്ങനെ സീറോ മലബാർ സഭയുടെ പരമ അധികാരമുള്ള സിനഡിന്റെ ആലോചനകൾക്ക് മുൻപ് വഴിവിട്ട രീതിയിൽ വന്ന സർക്കുലർ ഞങ്ങൾ തിരസ്കരിക്കുന്നു. ഞങ്ങൾ അത് സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ പള്ളികളിൽ ഇത് വായിക്കുന്നില്ല. ജൂലൈ 3-ാം തീയതിയും ഞങ്ങൾ ജനാഭിമുഖ കുർബാന തന്നെ ചൊല്ലും. സത്യവും നീതിയും ഇല്ലാത്ത സഭ ക്രിസ്തുവിന്റെ സഭയല്ല. അതേസമയം പ്രതിഷേധ സൂചകമായി എറണാകുളം ബിഷപ്പ് ഹൌസിന് മുന്നിൽ വിമത വിഭാഗം സർക്കുലർ കത്തിച്ചു. സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും എറണാകുളം അങ്കമാലി അതിരൂപത അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും സംയുക്തമായാണ് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഏകീകൃത കുർബാന അർപ്പിക്കുമെന്ന് ജൂലൈ 3-ന് മുൻപ് സത്യവാങ്മൂലം നൽകണമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സർക്കുലർ അംഗീകരിക്കില്ലെന്ന നിലപാടെടുത്ത വിമത വിഭാഗം പ്രതിഷേധം ശക്തമാക്കാനും തീരുമാനിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.